അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 21-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. സ്നേഹവാനായ ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മോടുള്ള അവൻ്റെ കരുതലും സ്നേഹവും കരുണയും സഹിഷ്ണുതയും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. അവൻ നമുക്ക് നല്ല ആലോചന പറഞ്ഞു തരുന്നവനാണ്. തന്നെയുമല്ല, നാം അപകടം കൂടാതെ നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരികയും ഒരു നല്ല ഇടയനായി നമുക്ക് വേണ്ടി നമ്മുടെ മുൻപ് നടക്കുകയും ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ശത്രുഭയത്തിൽ നിന്നും സകല ആപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച് ലക്ഷ്യത്തിലെത്തിക്കുവാനാണ് യേശു നമുക്ക് നല്ല ബുദ്ധി ഉപദേശം തരുന്നത്. നാം ആ ഉപദേശം കേട്ടനുസരിച്ചാൽ ഈ ഭൂമിയിൽ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുവാൻ വേണ്ട ദൈവത്തിൻ്റെ സഹിത്വവും ആലോചനയും മരണശേഷം നശിച്ചു പോകാതെ നിത്യജീവനും തരുവാൻ യേശു കഴിവുള്ളവനാണ് എന്ന് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കൂടി അവൻ ഉറപ്പ് തരുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. യേശു കർത്താവിൻ്റെ വാക്കുകളാണ് നാം കേട്ടത്. തന്നെയുമല്ല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കണം എന്നും മറ്റുള്ളവരെ എൻ്റെ കൽപ്പനകൾ ഉപദേശിച്ച് അവരും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനിട വരുത്തണം എന്നുമാണ് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കൂടി കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നത്. യേശുവിൻ്റെ വാക്കുകൾ കേട്ടനുസരിച്ചാൽ നിശ്ചയമായും നമുക്ക് അനുഗ്രഹമായിരിക്കും എന്നതിന് സംശയമില്ല. കർത്താവ് പറയുന്ന വഴിയിൽ കൂടി നടക്കാതെ ഓരോരുത്തൻ തനിക്ക് ബോധിച്ച വണ്ണം നടന്നു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 25-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എപ്പോഴെല്ലാം ജനം തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നുവോ അപ്പോഴെല്ലാം ശത്രു രാജ്യങ്ങളുടെ കെണിയിൽ അവർ വീഴുകയും ശത്രുക്കളാൽ ജനം കഷ്ടപ്പെടേണ്ടി വരികയും ചെയ്തിരുന്നു. കഷ്ടതയിൽ ജനം എത്തിപ്പെടുമ്പോൾ അവർ യഹോവയോട് നിലവിളിക്കുകയും യഹോവ അവരെ വിടുവിക്കുകയും ന്യായപ്രമാണം അനുസരിച്ച് ജനം നടക്കുകയും ചെയ്യുമായിരുന്നു. എപ്പോഴെല്ലാം ജനം ദൈവത്തെ അനുസരിക്കാതെ പാപത്തിലേക്ക് പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവം അവരെ ശിക്ഷിക്കുകയും അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ അവരോട് ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും സ്ഥിരമായ ജനത്തെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം നമ്മുടെ കർത്താവ് കരുണയുള്ള ദൈവമാണ്. 2 വഴികളാണ് മനുഷ്യൻ്റെ മുൻപിൽ ഉള്ളത് എന്ന് യേശു പഠിപ്പിച്ചു. 1 നാശത്തിലേക്കുള്ള വിശാലമായ വഴിയും 2 നിത്യജീവനിലേക്കുള്ള ഇടുങ്ങിയ വഴിയുമാണ്. ഈ 2 വഴികൾക്കും ഓരോ യജമാനൻ ഉണ്ട്. അതും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. വിശാലമായ വഴിയുടെ യജമാനൻ ദുഷ്ടനാണ്. അവൻ്റെ പേര് അപവാദി എന്നാണ്. സാത്താൻ, പിശാച്, ദൈവത്തിൻ്റെ പ്രതിയോഗി എന്നിത്യാദി പേരുകൾ അവനുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അവൻ്റെ വഴി നരകവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്. അവന് നരകത്തിൻ്റെ അധിപതി എന്ന് വിശേഷിപ്പിച്ചാൽ തെറ്റില്ല. കാരണം ദൈവം നരകം ഉണ്ടാക്കിയത് തന്നെ സാത്താന് വേണ്ടിയാണ്. അവനെ അനുസരിക്കുന്നവരുടെ പേര് സാത്താൻ്റെ ദൂതൻ അഥവാ സാത്താൻ്റെ മകൻ എന്ന് ആകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പാപം ചെയ്യുന്നവനെല്ലാം പിശാചിൻ്റെ മകൻ ആകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിലുള്ള സകല പാപവും ഇഷ്ടപ്പെടുകയും മറ്റുള്ളവരുടെ ദൈവം വെറുക്കുന്ന പാപം ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാച്. ഏതെങ്കിലും വ്യക്തികൾ നമ്മോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ സമയം തന്നെ അവരോട് പ്രതികാരം ചെയ്യുവാൻ സാത്താൻ നമ്മെ പ്രോത്സാഹിപ്പിക്കും. ബൈബിൾ അതിന് പറയുന്നത് ദുഷ്ടന്മാരുടെ അഥവാ ദുഷ്ടൻ്റെ ആലോചന എന്നാണ്. ആ ആലോചന നാം അനുസരിച്ചാൽ നാം ദൈവഭവനത്തിൽ നിന്നും പുറത്താവുകയും സാത്താൻ്റെ മക്കളായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സാത്താൻ നമ്മെ കൈവശമാക്കുന്നത്. തന്നെയുമല്ല, യേശു പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിപ്പിൻ. സാത്താൻ പറയുന്നു, പ്രതികാരം ചെയ്യുവിൻ.
ശത്രുക്കളെ സ്നേഹിക്കുക എന്നത് നിത്യജീവൻ്റെ വഴിയാണ്. അത് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ആ വഴി ഇടുക്കമുള്ള വഴി എന്ന് യേശു പഠിപ്പിച്ചത്. എന്നാൽ നമ്മോട് തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ അപായപ്പെടുത്തുവാൻ തുടങ്ങിയാൽ പണി എളുപ്പമാണ്, എന്നാൽ അതിൻ്റെ പരിണത ഫലം ഭയാനകമായിരിക്കും. നിത്യ നരകമാണ് അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ പ്രവൃത്തി ചെയ്ത നിമിഷം മുതൽ ആ വ്യക്തിയെ സാത്താൻ പന്താടിക്കൊണ്ടിരിക്കും. ഒടുവിൽ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ അവൻ വീഴേണ്ടി വരികയും ചെയ്യുന്നു. പാപത്തിൻ്റെ താൽക്കാലിക സുഖത്തിൽ സന്തോഷിക്കാം എന്നതിനാൽ ആണ് ആ വഴി വിശാലമായത്. നമ്മുടെ ഇഷ്ടമുള്ള ജീവിത രീതി നമുക്ക് അവലംബിക്കുവാൻ ആ പാതയിൽ സാധിക്കും. എന്നാൽ ആ വഴി അവസാനിക്കുന്നത് നിത്യനരകത്തിലാണ് എന്ന് നാം ഓർക്കണം. ഒരു വഴി നാം തിരഞ്ഞെടുക്കുമ്പോൾ ആ വഴി ബൈബിൾ അംഗീകരിക്കുന്നതാണോ എന്ന് നാം ശ്രദ്ധിക്കണം. ഞാനിവിടെ വഴി എന്ന് പറഞ്ഞത് ജീവിത രീതി അഥവാ ലൈഫ് സ്റ്റൈൽ ആണ്. ബൈബിൾ അംഗീകരിക്കുന്ന പാതയാണ് ഇടുക്കുപാത. ആ പാതയിൽ മരണമില്ല, അത് നിത്യജീവനിൽ എത്തിച്ചേരുന്നതാണ്. ബിലയാം എന്നൊരു പ്രവാചകൻ ബൈബിളിലുണ്ട്. യഹോവയുടെ പ്രവാചകൻ എന്നാണ് അവൻ അറിയപ്പെട്ടിരുന്നത്. മോവാബ് സമഭൂമിയിൽ പാളയമടിച്ചിരുന്ന ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേൽ മക്കളെ കണ്ടപ്പോൾ മോവാബ് രാജാവായ ബാലാക്ക് ബിലയാമിനെ വിളിച്ചു പറഞ്ഞു, നീ ആ ജനത്തെ ശപിക്കണമെന്ന്. അവൻ യഹോവയോട് ചോദിച്ചപ്പോൾ ദൈവം ബിലയാമിനോട്, നീ അവനോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു എന്ന് പറഞ്ഞു. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യമാണ് നാം കേട്ടത്. ദൈവം ഇവിടെ വ്യക്തമായി ബിലയാമിനോട് പറയുകയാണ്, മോവാബ് രാജാവായ ബാലാക്കിൻ്റെ ഉപദേശം അഥവാ ആലോചന നീ കേൾക്കരുത്, കാരണം അവൻ ദുഷ്ടനാണ്, നീ അവൻ്റെ കൂടെ പോകരുത്. ദൈവം തൻ്റെ ജനത്തോട് കൽപ്പിച്ചത് മോവാബിനെ ഞെരുക്കരുതെന്നാണ്. കാരണം മോവാബ് ദേശം ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്നു, ഞാൻ നിനക്ക് അവിടെ ഒരു അവകാശം തരികയില്ല എന്നാണ് കർത്താവ് ആവർത്തന പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ കൂടി മോശയോടും ഇസ്രായേൽ മക്കളോടും പറഞ്ഞിരിക്കുന്നത്. ബാലാക്ക് ഇസ്രായേൽ മക്കളെ തെറ്റിദ്ധരിച്ചു. ഇസ്രായേൽ മോവാബിനെ ആക്രമിക്കുവാൻ വന്നതല്ലായിരുന്നതിനാലാണ് അവരെ ശപിക്കരുത്, ബാലാക്കിനോടുകൂടെ പോകരുത് എന്ന് കർത്താവ് ബിലയാമിനോട് പറഞ്ഞത്. എന്നാൽ യഹോവയുടെ വാക്ക് കേട്ട് ബിലയാം ബാലാക്കിനോടുകൂടെ പോകാതിരുന്നപ്പോൾ ബാലാക്ക് കൂടുതൽ മാന്യന്മാരായ ആളുകളെ ബിലയാമിൻ്റെ അടുക്കൽ അയച്ചു. ഞാൻ നിന്നെ ഏറ്റവും ബഹുമാനിക്കാം, നീ എനിക്ക് വേണ്ടി ആ ജനത്തെ ശപിക്കണമെന്ന് ബിലയാമിനോട് പറയിച്ചു. അപ്പോൾ ബിലയാം, യഹോവ ഇനിയും എന്നോട് എന്തരുളി ചെയ്യുമെന്ന് ഞാൻ അറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. രാത്രിയിൽ ദൈവം ബിലയാമിൻ്റെ അടുക്കൽ വന്നു, ഇവർ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നുവെങ്കിൽ പുറപ്പെട്ടവരോട് കൂടെ പോവുക, എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. അരുതാത്ത വഴിയിൽ കൂടി പോകരുതെന്ന് കർത്താവ് വ്യക്തമായ ഉപദേശം ബിലയാമിന് നൽകി. എന്നാൽ അവൻ അതേ വിഷയത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ ഉപദേശം ആഗ്രഹിച്ചു. കാരണം ദൈവത്തിൻ്റെ ഉപദേശം കേട്ടാൽ മോവാബ് രാജാവായ ബാലാക്കിൻ്റെ ബഹുമാനവും സമ്പത്തും ബിലയാമിന് ലഭിക്കുകയില്ല. അതുകൊണ്ട് ബാലാക്കിൻ്റെ കൂടെ പോകുവാൻ ഉള്ള ആഗ്രഹവുമായാണ് ഇപ്പോൾ ബിലയാം ദൈവസന്നിധിയിൽ എത്തിയത്. അതുകൊണ്ട് ദൈവം അവനെ ബാലാക്കിനോടുകൂടെ പോകുവാൻ അനുവദിച്ചു. അപ്പോഴും കർത്താവ് പറഞ്ഞു, ഞാൻ പറയുന്നതേ നീ ചെയ്യാവൂ എന്ന്. എന്നാൽ ബിലയാം ദൈവത്തെ പറ്റിക്കുവാൻ ശ്രമിച്ചു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യമാണ് നാം കേട്ടത്. ഇവിടെ നാം കേട്ടതുപോലെ ബിലയാം ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തത് ഇസ്രായേൽ മക്കൾ ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ്. അപ്രകാരം ചെയ്താൽ ഇസ്രായേൽ മക്കൾ ശപിക്കപ്പെടും എന്ന് ബിലയാമിനെ അറിയാമായിരുന്നു. ആ ഉപദേശം കേട്ടപ്പോൾ ബാലാക്ക് അവനെ അനുസരിച്ചു. മോവാബ് രാജാവായ ബാലാക്ക് മോവാബിയ സുന്ദരിമാരെ ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് അയക്കുവാൻ തുടങ്ങി. സംഖ്യാപുസ്തകം 25-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബിയ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പെയോരിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു.
സംഖ്യാപുസ്തകം 25 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. ബിലെയാം ജനത്തെ ശപിച്ചില്ല. എന്നാൽ ബാലാക്കിന് സമ്പത്തും ബഹുമാനവും ലഭിക്കുന്നതിനു വേണ്ടി ബാലാക്കിനെ ഇസ്രയേലിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാതെ ഇസ്രയേൽ സ്വയം തോൽക്കുവാനുള്ള തന്ത്രം പറഞ്ഞു കൊടുത്തു. ഭക്തൻ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച ബിലെയാമിനെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: പ്രശ്നക്കാരനായ ബിലെയാമും വാളുകൊണ്ട് കൊല്ലപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, തെറ്റായ മാർഗത്തിൽ കൂടി എന്തെല്ലാം ഉണ്ടാക്കിയാലും അതെല്ലാം നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തും എന്നല്ലാതെ മറ്റൊരു ഗുണവും നമുക്ക് ചെയ്യുകയില്ല. വ്യക്തമായ ആലോചന ബിലെയാമിന് ദൈവം കൊടുത്തു. അരുത്, പോകരുത്. നമുക്കും കർത്താവ് വ്യക്തമായ ആലോചന പറഞ്ഞു തരും. വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവിൻ. ദൈവം പറഞ്ഞ വഴിയിൽ നടന്നാൽ നമുക്ക് ലക്ഷ്യത്തിൽ എത്താം. കാരണം ആ വഴിയിൽ സംരക്ഷണമുണ്ട്. 1 സങ്കീർത്തനം 6 വാക്യത്തിൽ NIV ഇംഗ്ലീഷ് വേർഷനിൽ ഗോഡ് വാച്ചസ് ഓവർ ദ വേ ഓഫ് റൈച്ചസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം കൽപ്പിക്കുന്ന വഴിയിൽ കൂടി പോയാൽ ആ വഴിയിൽ സംരക്ഷണമുണ്ട് എന്ന് സാരം. അതുപോലെ തന്നെ ദുഷ്ടന്മാരുടെ വഴി നാശകരമാകുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ ഇതിൽ നടന്നുകൊള്ളുവിൻ, വഴി ഇതാകുന്നു എന്ന ദൈവശബ്ദം കേട്ട് കർത്താവ് പറഞ്ഞ വഴിയിൽ കൂടി നടന്ന് ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാം. അതിന് നാം ചെയ്യേണ്ടത് ദൈവവചനമായ ബൈബിൾ തുടർച്ചയായി വായിക്കുകയും അനുസരിക്കണമെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ്. നാം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ തുടങ്ങിയാൽ അനുസരിക്കുന്നവർക്ക് ദൈവദാനമായി കൊടുക്കുന്ന തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തരും. പരിശുദ്ധാത്മാവ് നാം നടക്കേണ്ടുന്ന വഴി കൃത്യമായിട്ട് നമുക്ക് ഉപദേശിച്ചു തരും. സകല സത്യത്തിലും പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും. അപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. നല്ല ഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നല്ല ഭാവി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.